മാർക്കോ സിനിമേൻ്റെ 17 ദിവസത്തെ ചോരക്കളി ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് അതിന് നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ഹനീഫ് അഡാനി ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ മറ്റൊരു വമ്പൻ സിനിമയാണ് മാർക്കോ എന്ന സിനിമ. നമ്മുടെ ഉണ്ണിമുകുന്ദനായിട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമ. അതുപോലെ തന്നെ രവി വസൂറാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ ഡിസംബർ 20 തീയതിയാണ് പുറത്തിറങ്ങിയത്. സിനിമേൻ്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. നിലവിലെ സിനിമേൻ്റെ ഹിന്ദിയും മലയാളവും ഒരേ ദിവസമായിരുന്നു പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മലയാളവും ഹിന്ദിയും നല്ലൊരു ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ തെലുങ്കും അത്യാവശ്യം നല്ലൊരു ബോക്സ് ഓഫീസ് ഉണ്ട്. എന്നാൽ തമിഴിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നില്ല നിലവിൽ. എന്തായാലും കളക്ഷൻ നമുക്ക് പരിശോധിക്കാം. കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 39.70 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 39 CRും അതുപോലെ തന്നെ 70 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ എന്തായാലും ഈ ഒരു കളക്ഷനും കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ ഓൾമോസ്റ്റ് 40 കോടി സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം നേടിയെടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമേൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴൊക്കെ ഇന്ത്യയുടെ മറ്റ് ഭാഗത്തേക്കായിട്ട് നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ വേർഷൻസ് ഹിന്ദി പതിപ്പ് ഓൾമോസ്റ്റ് 8.90 കോടി നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റ് ഭാഗത്തേക്കായിട്ട്. അതുപോലെ തന്നെ മലയാളവും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഭാഗത്തേക്കായിട്ട് 5.96 കോടിൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി തെലുങ്ക് നോക്കുകയാണെങ്കിൽ 4.50 കോടി, തമിഴ് നോക്കുകയാണെങ്കിൽ വെറും 75 ലക്ഷമാണ്. ലക്ഷങ്ങളിലാണ് സിനിമ ഇപ്പോഴും 3 ദിവസമായിട്ടും തിയേറ്റർ റിലീസിന് വന്നിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് 21 കോടിൻ്റെ മുകളിലായിട്ടാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഓവർസീസ് നമ്മുടെ ഇന്ത്യയിലെ പുറത്തുള്ള കളക്ഷൻ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് 31.20 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർസീസും അതുപോലെ തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസും ഓൾമോസ്റ്റ് 40 കോടി ഉണ്ടാവും. കേരള ബോക്സ് ഓഫീസ് അതുപോലെ തന്നെ ഓവർസീസ് 30 കോടിൻ്റെ മുകളിലുണ്ടാവും. അതേപോലെ തന്നെ നടന്നിരിക്കുകയാണ്. 31.20 കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓവർസീസ്. ടോട്ടൽ ഗ്രോസും അതുപോലെ തന്നെ 90 കോടിൻ്റെ മുകളിലുണ്ടാവുമെന്നാണ് പറഞ്ഞത് 17-ാം ദിവസ കളക്ഷന്. അതുപോലെ തന്നെയാണ് 91.1 കോടിയാണ് സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഒരു മികച്ചൊരു ബോക്സ് ഓഫീസ് തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് സിനിമ മുന്നും വെച്ച് പോകുന്നത്. ഒഫീഷ്യലായിട്ട് സിനിമ 100 കോടി നേടിയെടുക്കാനായിട്ട് ഇനിയും ഒരാഴ്ച പിന്നിടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീക്കെൻഡ് കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും സിനിമ ഒഫീഷ്യലായിട്ട് 100 കോടിന് മുകളിലോട്ട് കളക്ഷൻ വരാൻ ചാൻസ് കാണുന്നത്. നിലവിലെ സിനിമയ്ക്ക് 91.1 കോടി മാത്രമാണ്. പക്ഷേ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ പോലും സിനിമ ഒഫീഷ്യലായിട്ട് 100 കോടി മറികടന്നിട്ടില്ല. എന്നാലും സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻസ് ഈ വരുന്ന വീക്കെൻഡ് അവസാനിക്കുമ്പോൾ സിനിമ നേടിയെടുക്കുന്നതായിരിക്കും 100 കോടി എന്നൊരു കളക്ഷന്. എന്തായാലും ഇതിന് പുറമേ ആയിട്ട് മറ്റൊരു അപ്ഡേറ്റും മാർക്കോ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാർക്കോ സിനിമയുടെ OTT അവകാശം നിലവിൽ ആരും മേടിച്ചിട്ടില്ല എന്നാണ് അവർ കൺഫേം ചെയ്തിരിക്കുന്നത്. പല പ്ലാറ്റ്ഫോംസും പറയുന്നുണ്ട് മാർക്കോ സിനിമേൻ്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചതെന്ന്. അതും വലിയ ഹ്യൂജ് എമൗണ്ടിന്. പക്ഷേ സിനിമേൻ്റെ OTT ഡീല് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു OTT പ്ലാറ്റ്ഫോം തന്നെ സിനിമേൻ്റെ OTT റൈറ്റ്സ് മേടിക്കട്ടെ, പല ഭാഷയിൽ ഡബ് ചെയ്ത് വമ്പൻ ഒരു ഓഡിയൻസിലോട്ട് സിനിമ എത്തട്ടെ നമ്മുടെ മാർക്കോ സിനിമ. എന്തായാലും നിലവിലെ ആമസോണ്, ഡിസ്നി, അതുപോലെ തന്നെ സോണി ലിവ്, നെറ്റ്ഫ്ലിക്സ് എന്നീ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്തായാലും ആരെ മേടിക്കാമെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക മാർക്കോ സിനിമേൻ്റെ OTT അവകാശം. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് മാർക്കോ സിനിമേൻ്റെ OTT അപ്ഡേറ്റിനായിട്ടും സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.